ഗുഡ് മോർണിംഗ് ഗൈസ്. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ഇങ്ങനെ മെല്ലെ മെല്ലെ പറഞ്ഞു വരാൻ വിചാരിച്ചാണ്. പക്ഷേ ഞാൻ വിചാരിച്ച് ഈ കാടും പടലൊന്ന് വെട്ടിത്തെളിച്ച് അത് ആരോ കമൻ്റ് ഇട്ടിക്ക് അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ വിചാരിച്ചെന്നേ. അതിൻ്റെ ഇടയ്ക്കിലാണ് ഒരാളൊരു ചോദ്യം കണ്ടത്. ഞാനത് ക്രോപ്പ് ചെയ്ത് താഴെ ആ ചോദ്യം ചോദിച്ചു. ആളെനക്കറിയാം, പക്ഷെ ആളെ പേര് പറയാൻ പാടുണ്ടോ ഇല്ലയോ എന്നറിയില്ല. അപ്പോൾ അങ്ങനെയോട് ചോദിച്ചിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഇടയ്ക്കിൽ കുത്തിക്കയറ്റാം. ആളെ ചോദിച്ചത് ഈ റൂം ഷോപ്പ് ഒന്ന് മാറ്റിയിട്ട് ഒന്ന് ബഹറിൽ എന്തൊക്കെയാണല്ലോ നമ്മളെയും കൂടി കാണിച്ചു തരുമെന്ന് ചോദിച്ചിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ 8:30 തുടങ്ങിയിട്ട് 10 മണി വരെയാണ് നമ്മുടെ ഡ്യൂട്ടി ടൈം, എൻ്റെ ഡ്യൂട്ടി ടൈം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഉച്ചക്ക് 1 മണി തൊട്ട് 3:30 വരെ ലഞ്ച് ടൈമുണ്ട്. ഇങ്ങനെ പോകുമ്പോൾ ഒരു ദിവസം നമുക്ക് പുറത്തേക്ക് പോകാനോ കറങ്ങി വീഡിയോസോ കാര്യങ്ങളോ എടുക്കാനുള്ളൊരു അവസരമില്ല. ഉണ്ട്, നമുക്ക് ആഴ്ചക്ക് ഒരു ഹാഫ് ഡേ ഒക്കെ എടുക്കാം. ആഴ്ചക്ക് നല്ല മാസത്തിൽ ഒന്നും അങ്ങനെ കണ്ട്, പക്ഷേ അത് ഞാൻ എടുക്കില്ല. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊല്ലത്തിൽ 5 ലീവേ ഉള്ളൂ. പിന്നെ പെരുന്നാളിന് 2, ചെറിയ പെരുന്നാളിന് 2, മുഹൂർത്തത്തിന് 1, അങ്ങനെ 5 ലീവേ നമുക്ക് സത്യം പറഞ്ഞുള്ളൂ. ആ 5 ലീവിനാണ് നമ്മളാകെ പുറത്തേക്ക് ഒന്ന് എന്താ പറയുക അടിച്ചു പൊളിച്ച് പോകുന്നത്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി 10 മണിക്ക് പീടിയ പൂട്ടിയതിന് ശേഷം പോകും, കട അടച്ചതിന് ശേഷം. അങ്ങനെ പോകുമ്പോഴും ക്ലാരിറ്റി കുറവായിരിക്കും രാത്രി വീഡിയോ എടുത്തു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുക്കാത്തത്. പിന്നെ ഇടക്കും തലക്കും നമ്മൾ പോയ സമയത്ത് എടുത്ത വീഡിയോസ് കുറച്ചെല്ലാം ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലീവ് എടുക്കാത്ത അല്ലെങ്കിൽ ലീവ് ഇല്ലാത്തതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രവാസിയൊക്കെ എല്ലാവർക്കും അറിയുന്നൊരു കേസാണ്. 2 കൊല്ലം കൂടുമ്പോൾ നമ്മൾ 2 മാസത്തേക്ക് നാട്ടിൽ ലീവിന് പോകും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 2 കൊല്ലത്തേക്ക് 2 കൊല്ലം കഴിഞ്ഞാൽ നമ്മൾ അടുപ്പിച്ച് 2 മാസം ലീവ് എടുക്കുന്നുണ്ട്. അപ്പോൾ ആ 2 മാസം നമ്മളൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ 2 മാസം എന്ന് പറയുമ്പോൾ 60 ദിവസം. ആ 60 ദിവസം 2 കൊല്ലത്തേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 1 മാസം 5ഓളം ലീവ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ 5 ലീവ് മൊത്തം നമ്മൾ ഒരുമിച്ചെടുക്കുകയല്ലേ. അപ്പോൾ അതിൻ്റെ സിസ്റ്റം അങ്ങനെയാണ്. അതുകൊണ്ടാണ് നമുക്ക് വേറൊരു ലീവോ കാര്യങ്ങളൊന്നും കിട്ടാത്തത്. അങ്ങനത്തെ ഒരു സാഹചര്യങ്ങളെ കൊണ്ടാണ് പുറത്തേക്ക് പോയിട്ട് വീഡിയോസോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റാത്തത്. പക്ഷേ ആ ചോദ്യത്തിനുള്ള ഉത്തരമായിട്ട് പറ്റാവുന്നത്രയും ഞാൻ എന്താ പറയുക, എനിക്ക് കിട്ടുന്ന ഫ്രീ ടൈമിലൊക്കെ വേറെ സംഭവങ്ങളും കാര്യങ്ങളും ഇവിടെയുള്ള നമുക്ക് അടിച്ചു പൊളിക്കാൻ പറ്റിയ എന്താ പറയുക സിറ്റുവേഷനും കാര്യങ്ങളും ഞാൻ വീഡിയോ എടുത്തിട്ട് ചെറിയ ചെറിയ ഷോർട്സ് ആയിട്ടോ അല്ലെങ്കിൽ ലോങ് വീഡിയോ ആയിട്ടോ ചെയ്ത് കാണിച്ചു തന്നെയായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ഇപ്പം ചെയ്ത ആ ഒരു വീഡിയോക്ക് ഒരു സെക്കൻഡ് പാർട്ട് കൂടി ഉണ്ട് കേട്ടോ. അത് പറയാൻ കാരണം വെച്ചാൽ ഞാൻ എൻ്റെ ജോലിയായിട്ട് ബന്ധപ്പെട്ട ലീവും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞേക്കുന്നത്. വേറെ പല ആൾക്കാർക്കും അല്ലെങ്കിൽ പ്രവാസിയായിട്ട് നിൽക്കുന്ന വേറെ പല ആൾക്കാർക്കും വേറെ പല രീതികളായിരിക്കും. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ ഞാൻ ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഞാൻ എൻ്റെ കാര്യങ്ങളാണ് ഈ ഒരു ഷോർട്സ് പറഞ്ഞത്. അപ്പോൾ ആരും ഇതിൻ്റെ താഴെ കയറി നെഗറ്റീവ് അടിക്കാൻ നിൽക്കല്. കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അടുത്ത ഷോർട്സിൽ പറഞ്ഞിട്ടാണ്. ഓക്കെ.